ഒരു ചെറുപ്പക്കാരൻ ഗൾഫില്, അവനും ഭാര്യയും 4-5 വയസ്സ് പ്രായമുള്ള മകളും കൂടെ ഷോപ്പിങ്ങിന് പോയി. പെട്ടെന്ന് ആ തിരക്കില് മകള് മിസ്സായി. കുട്ടിനെ കാണാനില്ല. നെട്ടോട്ടമായി, പരക്കമ്പാച്ചിലായി, ആകെ ബേജാറായി. 2 മണിക്കൂർ നേരത്തെ ബേജാറിന് ശേഷം കുട്ടിയെ കിട്ടി. പെട്ടെന്ന് ഇവര് ഭാര്യയും ഭർത്താവും കുട്ടിയൊക്കെ കൂടി ഫ്ലാറ്റിലേക്ക് മടങ്ങി. അവിടെ എത്തിയിട്ട് ഭർത്താവ് പറഞ്ഞു, എനിക്കൊന്ന് വീട്ടിൽ പോകണം. എന്താ പെട്ടെന്നൊരു വീട്ടിൽ പോക്ക്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്റെ ഉമ്മാനൊന്ന് കാണണം. അല്ല, എന്റെ ഉമ്മാക്ക് എന്നെ ഒന്ന് കാണിക്കണം. 2 മണിക്കൂർ നേരത്തേക്ക് എന്റെ കുട്ടിയെ കാണാതിരുന്നപ്പോ ഞാൻ അനുഭവിച്ചൊരു വേദന ഉണ്ട്. അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു വേദനയാണ്. 2 കൊല്ലമായിട്ട് എന്റെ ഉമ്മ എന്നെ കണ്ടിട്ടില്ല. ആ ഉമ്മയുടെ മോനല്ലേ ഞാന്. ആ ഉമ്മാക്ക് എത്ര പൂതിയുണ്ടാവും എന്നൊന്ന് കാണാൻ. എത്ര ആശിച്ച്, എത്ര പുന്നാരിച്ച് വളർത്തിയതാണ് എന്റെ ഉപ്പയോ എന്റെ ഉമ്മയോ എന്നെ. ഇപ്പൊ ഞാൻ വലിയ മോനും എനിക്ക് വലിയ കുടുംബമൊക്കെ ആയപ്പോ അവനങ്ങോട്ട് ചിറകൊക്കെ വെച്ച് പറന്നങ്ങോട്ട് പോയി. ഉമ്മക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, പറഞ്ഞാൽ നിങ്ങൾ വരൂല. നിങ്ങൾ ചിലപ്പോ ചൂടാകും, ദേഷ്യപ്പെടും. അതുകൊണ്ട് ഉമ്മ മിണ്ടാതിരിക്കാണ്. അതുകൊണ്ട് അവർക്ക് ആഗ്രഹം ഉണ്ടാകൂലേ. അതുകൊണ്ട് എന്റെ ഉമ്മാക്ക് എന്നെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ എനിക്ക് ഇപ്പൊ തന്നെ പോകണം വീട്ടിലേക്ക് എന്ന് പറഞ്ഞ മകന്റെ കഥ ഞാൻ പറയുന്നു. മുതിർന്ന 40, 50 ഒക്കെ വയസ്സായ മക്കള്, നിങ്ങൾക്ക് കുട്ടികളൊക്കെ ആയി, കുടുംബമൊക്കെ ആയി. അതിനിടയിൽ മറക്കല്ലേ നമ്മുടെ ഉപ്പാനെയും ഉമ്മാനെയും. നമ്മുടെ കാറില്ലേ, കാർ ഓടിക്കാറുള്ള ആളുകളല്ലേ നമ്മളൊക്കെ. കാറിന് എത്ര മിററുണ്ട്? 3 മിററുണ്ടല്ലേ. എന്തിനാ ഈ 3 കണ്ണാടി കാറിന് വെച്ചിട്ടുള്ളത്? നമ്മളെ മൊഞ്ച് കാണാനാണോ? അല്ല. അത് മുന്നിലുള്ള എന്തെങ്കിലും കാണാനാണോ? അല്ല. 3 മിററും ബാക്കിലും സൈഡിലും ഒക്കെ ഉള്ളത് കാണാനാ. കാരണം എന്താ അറിയോ? ബാക്കും സൈഡും ഒക്കെ കാണുമ്പോഴേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. നമ്മൾ ചില ആളുകളൊക്കെ ഓവർടേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അവർക്ക് നമ്മളെപ്പോലെ നടക്കാൻ കഴിയുന്നില്ല, നമ്മുടെ കൂടെ എത്തിപ്പെടാൻ കഴിയുന്നില്ല, നമ്മളെപ്പോലെ ഓടാൻ കഴിയുന്നില്ല. നമ്മളെക്കാൾ വേഗത്തിൽ ഓടിയിരുന്നവരാ അവരൊക്കെ. ആ ഉപ്പാനെ ഉമ്മാനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് നിങ്ങൾ പോയപ്പോ ഇടയ്ക്ക് ആ കണ്ണാടി കൂടെ ഒന്ന് നോക്കണേ. ആ കണ്ണാടിയിലൂടെ നമ്മുടെ പിന്നിലുള്ള, നമ്മളോടൊപ്പം ഓടാൻ കഴിയാത്തത് കൂടി കാണുമ്പോഴേ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയൂ. അതുകൊണ്ട് ഉമ്മാനെയും ഉപ്പാനെയും വയസ്സാകും തോറും അവർ തന്തവൈബ് എന്നൊക്കെ പറഞ്ഞ് ബാപ്പാനെ ഉമ്മാനൊക്കെ മാറ്റിയെടുത്ത മക്കളില്ലേ. വീട്ടിലേക്ക് ചില ഗസ്റ്റ് ഒക്കെ വരുമ്പോ, ഫ്രണ്ട്സ് ഒക്കെ കടന്നു വരുമ്പോ, ഇതാണ് എന്റെ ഉപ്പ, കർഷകനായ ഉപ്പ, ചുക്കിച്ചുളങ്ങിയ തൊലിയുള്ള എന്റെ ഉപ്പ, കറുത്തിരുണ്ട മുഖമുള്ള എന്റെ ഉപ്പ, ഇതെന്റെ ഉപ്പയാണ് എന്ന് പറഞ്ഞാൽ അന്തസ്സും അഭിമാനവും അനുവദിക്കാത്ത മക്കള് ഇല്ലേ. ചില അങ്ങനെ തോന്നാറില്ലേ. കാണിച്ചു കൊടുക്കണം, ഈ ഉപ്പയാണ് എന്നെ ഉപ്പയാക്കിയത്. ആ ഉപ്പ ഇല്ലാതായെങ്കിലേ അപ്പഴേ അറിയുള്ളൂ ഒരു ഉപ്പയുടെയും ഉമ്മയുടെ ഒക്കെ കഷ്ടപ്പാട്.